വൈഫിൻ്റെ ബർത്ത്ഡേ മറന്നു പോയി കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണി കിട്ടും. കഴിഞ്ഞ വർഷം ഈ പണി വാങ്ങിയവനാണ് ഞാൻ. എന്നിട്ടും ഞാൻ പഠിച്ചില്ല. പണി കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് അടുത്ത വർഷം റിമൈൻഡർ വെച്ച് സെറ്റ് ചെയ്ത് ഞാൻ പൊളിക്കുമെന്ന്. ഊഹിക്കാമല്ലോ എന്താ സംഭവിച്ചതെന്ന്. റിമൈൻഡർ വെച്ചു, പക്ഷെ മറന്നുപോയി. ഹൗ? നാളെയാണ് 8-ാം തീയതി. ഇന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ സമയത്ത് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടന്നു കഴിഞ്ഞാൽ ഹാമ്പർ ആര് സെറ്റ് ചെയ്ത് തരും? എല്ലാവരും ഭയങ്കര ബിസി. ഇതൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇറ്റ്സ് എ പോയിന്റ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രി 12 മണിയാകുമ്പം ഗിഫ്റ്റ് കൊടുത്തില്ലേ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ട് ഒരുത്തനെയും കിട്ടിയിട്ടില്ല. എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു നമുക്ക് തന്നെ സെറ്റ് ചെയ്യാമെന്ന്. സോ അതിനുള്ള സാധനങ്ങൾ തപ്പി നമുക്ക് ഇറങ്ങാം. കോട്ടയത്ത് പുതിയ ലുലു വന്ന സ്ഥിതിക്ക് നേരെ ലുലുവിലേക്ക് പോയേക്കാം. ബാ, കേറി വാടാ മക്കളെ, കേറി വാ. പിന്നെ ലുലുവിലെ പർച്ചേസ് കഴിഞ്ഞു. എന്തൊരു വെയിലാണ്, ഒരു രക്ഷയില്ല. ചൂട് കൂടി ഒരു രക്ഷയില്ല. ലുലുവിൽ നിന്ന് നമ്മൾ വാങ്ങിയത് ഒരു ക്ലോത്ത്, അച്ചാറ്. അപ്പം മീനച്ചാറൊക്കെ ആയാലും ബർത്ത്ഡേ ഗിഫ്റ്റിനകത്ത് വെക്കുമെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ് മീനച്ചാറ്. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. കുങ്കുമപ്പൂ. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഡബിൾ ഹാപ്പി ആയിരിക്കും. ഇനിയൊരു ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങാം. ലെറ്റ്സ് ഗോ. 1-2 സാധനങ്ങളും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാമ്പർ സെറ്റ് ചെയ്യാം. അങ്ങനെ ഡ്രസ്സും വാങ്ങിയിട്ടുണ്ട്. ഫ്രോക്ക് പോലത്തെ ഒരു ഉടുപ്പ്, ഏകദേശം ഒരു 10-600-700 രൂപയൊക്കെ ആയിട്ടുള്ളൂ. ഇത് ആക്ച്വലി ആ ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയൊരു സാധനമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയാണ്. ഒരു ക്ലിപ്പ്. ഇതൊക്കെ പൈങ്കിളിയാണോ അല്ല, ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഓൾമോസ്റ്റ് നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം വേറൊന്നുമല്ല, ബുക്സ്. സോ 2 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. സോ അവർക്ക് ബുക്ക് വായിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് 2 ബുക്സ് വായിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ബാസ്ക്കറ്റ് വേണ്ടേ. ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. സോ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ തൊട്ട് ഇറങ്ങിയതാ. നല്ലൊരു നാരങ്ങ വെള്ളം അടിക്കണം. അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് നാരങ്ങ വെള്ളം അടിക്കാം. കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കാം. ഒരു രക്ഷയില്ല. കഞ്ഞിക്കുഴി ടൗൺ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടയത്തുള്ളവർക്ക് അറിയാം, നല്ല ബ്ലോക്കാണ്. ഹാമ്പർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഇന്നത്തെ കാലത്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ സർപ്രൈസുകൾ. അത് വേറൊന്നും കൊണ്ടല്ല, ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എല്ലാം കൂടെ ആ ഒരു എക്സ്പെക്റ്റേഷൻസിലാണ് ഇവർ ജീവിക്കുന്നത്. ഇതിനകത്ത് എല്ലാ ആളുകളും ഗിഫ്റ്റ് കൊടുക്കുന്നതും സർപ്രൈസ് കൊടുക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. BMW, ബെൻസും, ചിലപ്പം തായ്ലൻഡും മലേഷ്യൻ ട്രിപ്പും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ബഡ്ജറ്റിനകത്ത് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് ചിലപ്പോൾ 500 രൂപയുടെ ഒരു ബുക്കായിരിക്കാം. ചില ആളുകൾക്ക് ഒരു ഫോണിൻ്റെ ബാക്ക് കവർ ആയിരിക്കാം. പറ്റുന്നത് അങ്ങനെ കുറച്ച് സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ ഈ പ്രശ്നം ഭയങ്കര വലിയ ഇഷ്യൂസ് ആയിട്ട് മാറും. കാരണം ചെറിയ ചെറിയ കാരണങ്ങൾ പോലും ഇവർ വലുതാക്കും. കാരണം അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോട്ട് അവരുടെ മൈൻഡിൽ വരും. അവർക്ക് ഒട്ടും വാല്യൂ കൊടുക്കുന്നില്ല എന്നൊരു തോട്ട് വരും. അതേസമയം നിങ്ങൾ അവർക്ക് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്, അല്ലെ ഇതുപോലെ ചെറിയ ചെറിയ സർപ്രൈസുകൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അവർ തിങ്ക് ചെയ്യാൻ പോകുന്നത് കയ്യിൽ ക്യാഷ് കുറവാണെങ്കിലും നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് സർപ്രൈസുകൾ കൊടുക്കുക. ഹലോ, അപ്പോൾ സർപ്രൈസിനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വീട്ടിൽ വന്നു. ഞാൻ ഒന്നും സംഭവിക്കാത്ത പോലെ നോർമൽ ഡേ പോലെ വന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ചു. അവൾ ഓൾറെഡി കട്ടിലേക്ക് കയറി കിടന്നു, ഉറങ്ങത്തില്ല ഇന്നത്തെ ദിവസം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ആയിരുന്നു. ഞാൻ മറന്നുപോയി 12 മണിയായപ്പോൾ. ഈ പ്രാവശ്യം ഞാൻ മറന്നു പോയതുപോലെ ഞാൻ ഒന്നും വിഷ് ചെയ്യത്തൊന്നുമില്ല. പക്ഷേ അവൾ വഴക്കുണ്ടാക്കും. എന്തായാലും കിടന്ന് കരയും. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ സൗണ്ട് കേൾക്കാൻ പറ്റും. മേ ബി ഞാൻ ഈ മൈക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം. അങ്ങനെ അവൾ വഴക്കുണ്ടാക്കുകയോ സെൻഡ് ആവുകയാണെങ്കിൽ ആ സമയത്ത് അച്ഛനും അമ്മയും ഫോണിൽ വിളിക്കും. നിങ്ങൾ താഴോട്ട് ഇറങ്ങി വരാൻ പറയും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അച്ഛനും അമ്മയും എല്ലാം ഇവിടെ ഉണ്ടാവും. കേക്ക് കട്ട് ചെയ്യും. വലിയ പരിപാടികളൊന്നുമില്ല, കേക്ക് കട്ട് ചെയ്യും. നമ്മൾ ഉണ്ടാക്കിയ ഹാമ്പർ അവർക്കിന്ന് കൊടുക്കുന്നുണ്ട്. ഇത്തരം പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നൈസായിട്ട് റൂമിലോട്ട് പോകാം. മമ്മി കിടന്നോ? ടെറസിൽ പോയിരിക്കാമെന്ന് കുറച്ച് കാലം. അയ്യോ, മുറിഞ്ഞില്ല. പാലിനകത്ത് പോയിട്ടും അവിടെ പോകണ്ട, മൊത്തം തേങ്ങി കിടക്കുക. നിന്നെ വിളിച്ചാ നീ പോ. ഞാൻ വരാം. എല്ലാം മനസ്സിലാകാതെ നിൽക്കുക അല്ലേ? ഇങ്ങോട്ട് നടക്കാൻ.
മനസ്സിലായില്ലല്ലേ? ഈ സർപ്രൈസ് ആയിട്ട് പക്ഷെ അവള് സർപ്രൈസ് ഒക്കെ അറിയാമായിരുന്നു. പക്ഷെ നിങ്ങൾ വരുമെന്ന് അവള് പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ സർപ്രൈസ് ആയില്ലേ? ബായി വന്നു. ബായി പാട്ട് പാടാനായിട്ടാ വന്നേ. സോങ് Happy birthday to you. Happy birthday to dear Ami. Happy birthday to you. Happy birthday. അടുപ്പുണ്ടാക്കി വാങ്ങിച്ച ബർത്ത്ഡേ നല്ല കഴിക്കും. ബിയർ അടിക്കാം. എനിക്ക് ബിയർ അടിക്കാനുള്ള അനുവാദം ഉള്ള അല്ലേ? അല്ലേ? എന്നാ നോക്ക് ബായുടെ ഗിഫ്റ്റ് എന്നാ നോക്ക്. എനിക്ക് ബായുടെ ഗിഫ്റ്റ് കാണണം. ഫ്ലാസ്ക് പോലീസാണ്. കൊള്ളാം. ഇനി മേളിൽ പോയി ചൂടുവെള്ളം കുടിക്കാമല്ലോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. വിശ്വാസമില്ല. ഇത് പിടിച്ചേ വഴക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മുട്ട നടിയാ. എന്നെ വിഷ് ചെയ്തില്ലല്ലോ എന്ന് ഞാനിത് മറന്നുപോയി. എന്ത് ചെയ്യാൻ മനുഷ്യനല്ലേ? അച്ചാറ് മീനച്ചാറ് ഇഷ്ടമല്ലേ? ഇവിടെ ബഹളം വെച്ച മീനച്ചാറ് ഉണ്ടാക്കുന്നത്. സ്പ്രേ ആയിട്ട് അവളുടെ അടുത്ത് തന്നെ അവൾ ഓടിക്കും. ഒന്നുമല്ല, പ്രത്യേകിച്ച് അടുത്ത കലാപരിപാടി ബിയർ അടിക്കാം. तीन महीना में खाली ये बॉडी सिखाएगा. ആഘോഷം കഴിഞ്ഞു. മനസ്സിലായിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ചേട്ടാ എന്തെങ്കിലും നാളെ എന്തോ കേക്ക് മേടിക്കും, എന്തായാലും ഗിഫ്റ്റ് ഒക്കെ തരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്ന് രാത്രിയിൽ ഇങ്ങനെയൊക്കെ എല്ലാവരെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കിട്ടുന്ന ഒരു മെമ്മറിയാ. കഴിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട.